ഹായ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ കുസൃതി ചോദ്യത്തിലോട്ട് സ്വാഗതം. ഇന്നത്തെ കുസൃതി ചോദ്യമാണ്. ഇന്നത്തെ കുസൃതി ചോദ്യം ഓക്കെ. എപ്പോഴും ചെയർ ഉള്ള ഒരു മാൻ. ഏത് മാനിനാണ് എപ്പോഴും ചെയർ ഉള്ളത്? അറിയാവുന്ന കമൻറ്റ് പറയാം കേട്ടോ. ഏത് മാനിനാണ് എപ്പോഴും ചെയർ ഉള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ ഇന്നലെ മറ്റേ പേൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ പിള്ളേരെ നാട്ടിൽ കേട്ടോ ഭയങ്കര കഷ്ടപ്പെട്ടു പോയായിരുന്നു കേട്ടോ. ഞാനൊരു വർഷം അവരെ ആകപ്പാടെ നാട്ടിൽ വിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരാഴ്ച ഞാൻ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ലീവിന് ചെന്നായിരുന്നു. അപ്പോൾ ഇവരുടെ തലയിൽ ഞങ്ങളിങ്ങനെ പെയിൻറ്റ് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഷാമ്പൂ ട്രീറ്റ്മെൻ്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 പ്രാവശ്യം ഇട്ടാൽ മതി. ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ 2 പ്രാവശ്യത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യം വിട്ട് ഫുള്ളെല്ലാം മാറ്റി ഞങ്ങൾ അവളെ വീണ്ടും സ്കൂൾ വിട്ടു. അടുത്ത പ്രാവശ്യം ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ വന്നത്തേക്കും തല നിറച്ചും വീണ്ടും. പിന്നെ ഇങ്ങോട്ട് വരേണ്ടതായതുകൊണ്ട് ഞങ്ങളന്ന് തന്നെ ഷാമ്പൂ ഇട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് എല്ലാം ആക്കി ഞങ്ങളത് മാറ്റി ഞാനത് അതിൻ്റെ ഈവൻ എഗ്ഗ് പോകത്തില്ല കേട്ടോ. അതിൻ്റെ ഈരായിട്ട് വരുന്നത് പോകത്തില്ല. അപ്പോൾ അത് മുഴുവൻ ഞാൻ മറ്റേ ഇവരെ കൊണ്ടിങ്ങനെ ഇരുന്ന് പറിച്ചെടുത്ത് കളയുക ചെയ്തത്. അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അബുദാബിയിലൊക്കെ ആണെങ്കിലും അബുദാബിയിലെന്ന് പറഞ്ഞപ്പോൾ ഇവർ 5 കൊല്ലത്തോളം അവിടെ ഉണ്ടായിരുന്നല്ലേ, ഒരു പെയിന് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവൻ ഇവിടെയൊക്കെ ആണെങ്കിലും പിള്ളേരുടെ തലയിലൊന്നും അങ്ങനെ പെയിനില്ല. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് ഹൈജീൻ കുറവിൻ്റെ ആണെന്ന് പറയുന്നത്. നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മളത് ജസ്റ്റ് ആ വേർപ്പും എല്ലാം കൂടെ കെട്ടിക്കിടക്കുമ്പം ഒരു മാനിഫെസ്റ്റേഷൻ വരുന്നതാണ് ശരിക്കും ഈ പേന്. അപ്പോൾ നമ്മളത് ശരിക്കും ചിലപ്പം പറഞ്ഞ പോലെ ചെമ്പരത്തിത്താളി മതിയായിരിക്കും കേട്ടോ. ചെമ്പരത്തിത്താളി ഷാമ്പൂവിൻ്റെ എഫക്റ്റ് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും തലയിൽ ഈ വേർപ്പും ചെളിയൊന്നും ഇല്ലാണ്ട് വെക്കുവാണെങ്കിൽ തന്നെ ഓൾറെഡി ഉള്ള സാധനം നമുക്ക് പോകത്തില്ലല്ലോ. അപ്പോൾ ഓൾറെഡി പിള്ളേരുടെ തലേന്ന് കയറിയതാണെങ്കിൽ ജസ്റ്റ് ഒരു ആൻറ്റിലൈസിൻ്റെ ഷാമ്പു ഇപ്പോൾ ഏത് മെഡിക്കൽ ഷോപ്പിലും കിട്ടിയാലും ചോദിച്ചാലും അത് കിട്ടും. അതൊന്ന് ജസ്റ്റ് 2 പ്രാവശ്യം ആഴ്ചയ്ക്ക് 2 പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത് വിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അവിടെ മുട്ട ഉണ്ടെങ്കിൽ തന്നെ ആ മുട്ട വിരിയുന്നത് 2 ആഴ്ച കഴിയുമ്പോഴാണ്. അപ്പം ആഫ്റ്റർ 2 ആഴ്ച കഴിയുമ്പം ആദ്യത്തെ ഒരാഴ്ച 2 പ്രാവശ്യം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച തുടങ്ങുന്നെങ്കിൽ തിങ്കളാഴ്ച ഒരു ദിവസം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച ഒരു പ്രാവശ്യം യൂസ് ചെയ്യുക. ആഴ്ച അത് കഴിഞ്ഞ് പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ തേച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ശരിക്കും ആ ഒരു പേനിൻ്റെ ശല്യം ഉണ്ടാകത്തേ ഇല്ല. പക്ഷേ ഞാൻ എന്നിട്ട് ഇവിടെ ചെന്നപ്പോൾ ഞാൻ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. ഇവൻ പള്ളിയിലൊക്കെ ഒട്ടുമുക്ക പിള്ളേരുടെ തലയും കാണാം, നമുക്ക് ഈര് കാണാം. ശരിക്കും അത് നോക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇന്നലെ കേട്ടപ്പോൾ അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അവിടെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് ഈവൻ നമ്മളിപ്പോൾ മാളുകളിൽ പോവുകയാണെങ്കിൽ മാളുകളിൽ പോകാൻ നമ്മൾ ചെരുപ്പ് വരുന്നില്ല. ഇവിടുന്ന് ഏത് ഹോസ്പിറ്റലിൽ പോകാൻ ഇപ്പോഴത്തെ എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകാൻ നമ്മൾ ചെരുപ്പ് വരുന്നില്ല. പക്ഷെ നമ്മുടെ അവിടുത്തെ ലോക്കൽ ചെറിയ ഹോസ്പിറ്റലുകളില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഫെഷ്യസ് ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ചെരുപ്പ് ധരിക്കുന്നതാണ് പാദരക്ഷയ്ക്ക് വേണം, നമ്മുടെ സ്കിൻ എക്സ്പോഷർ ആകാണ്ടിരിക്കാൻ വേണ്ടി. ഇപ്പം മോസ്റ്റ് ഇൻഫെഷ്യസ് ഏരിയയിലോട്ട് പോകുമ്പോൾ നമ്മൾ ശരിക്കും പാദരക്ഷകൾ ധരിക്കുകയല്ലേ വേണ്ടത്. അപ്പം ആ റൂമിൽ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈവൻ ഡോക്ടറും നഴ്സുമാർ വിടും. പക്ഷെ പുറത്ത് പോകാൻ നമ്മൾ വിസിറ്റേഴ്സ് രോഗികളായിട്ട് ചെല്ലുന്നവർ ചെരുപ്പ് അഴിച്ച് വെക്കണം എന്ന്. ക്ലീൻ അല്ലാത്ത എടുത്ത് നമ്മൾ വെക്കേണ്ട ശരിക്കും പറഞ്ഞാൽ കാര്യമില്ല. ഇപ്പോൾ നമ്മൾ മാക്സ് പോലത്തെ അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇവിടെ നമ്മൾ അഴിച്ച് വെക്കുന്നില്ല. ഞങ്ങളുടെ ഇവിടുത്തെ ഒരൊറ്റ ഹോസ്പിറ്റൽ ഞങ്ങൾ അഴിച്ചു വിടുന്നില്ല. നമ്മുടെ നാട്ടിലത്തെ ഒരു ചില ഫെസിലിറ്റികളാണ്. അതുപോലെ ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ച് പറയാം, ഞാൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ. എന്നെ മിക്കവാറും ആരെങ്കിലുമൊക്കെ കഴിവുത്തിയിട്ടും ഓക്കെ. ശരി, ആൻസർ അറിയാവുന്നവർ പെട്ടെന്ന് പറയാം കേട്ടോ.